അയാൾ അങ്ങനെ സേറെ കണിമംഗലത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവൾ കാറി കയറി പോകുന്നത് നോക്കി നിൽക്കുകയാണ് ഈ ചന്ദ്രശേഖരനെ. അപ്പോൾ ഇവൾ ഈ പോകുന്നത് നോക്കി നിൽക്കുന്ന ചന്ദ്രശേഖരനെ കണ്ടിട്ട് ഈ ഉർവശിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ഉർവശി ചന്ദ്രശേഖരനെ ഇവളെന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ചന്ദ്രശേഖരനെ പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഏട്ടാ എന്നൊക്കെ വിളിക്കുമ്പോൾ ഈ ചന്ദ്രശേഖരൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, വീണ്ടും അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി വീണ്ടും വിളിക്കുന്നുണ്ട്, ചന്ദ്രേട്ടാ എന്നൊക്കെ വിളിച്ച് രണ്ടാമതൊന്ന് ശക്തിയിൽ അങ്ങ് വിളിക്കുന്ന സമയത്ത് ഈ ചന്ദ്രനെ നേരെ ഇങ്ങ് തിരിഞ്ഞ് അവളോട് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കുറേ കാലമായി വീട്ടിൽ തന്നെ ഒതുങ്ങി നിന്നിട്ട് എനിക്കൊന്ന് പുറത്തൊക്കെ പോകണം, എനിക്ക് ഒരു കാര്യം വിളിച്ചൊക്കെ തട്ടണം. അതുകൊണ്ട് ഇന്നെന്തായാലും പാർട്ടി ഉണ്ടല്ലോ, ഞാനും വരുന്നുണ്ട് പാർട്ടിക്ക്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാൻ പാർട്ടിയിലൊക്കെ കൂടിയിട്ട് ഒരുപാട് കാലമായി എന്നൊക്കെ ഇങ്ങനെ ഉർവശി ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. അവളും കൂടി പാർട്ടിക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ചന്ദ്രശേഖരൻ അത് അത്ര പിടിക്കുന്നില്ല. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നീ ഒന്നും വരണ്ട, നിന്നെ ഒന്നും ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇൻവൈറ്റ് ചെയ്യാതെ നീ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ അങ്ങനെ അവളോട് ചോദിക്കണം. അപ്പോൾ ഈ ഉറച്ച് പറയുന്നുണ്ട്, അതിന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, അതുകൊണ്ട് എനിക്കും പോരാ. എന്തായാലും കൽപ്പനെ എന്നെ ഒന്ന് നല്ല അണിഞ്ഞൊരുങ്ങി റെഡിയാക്കി തരണം, നീ ഒന്ന് സഹായിക്കണം എന്നൊക്കെ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും വരുന്നുണ്ട്, എനിക്ക് ഈ കാറ്റും വെളിച്ചൊക്കെ തട്ടിയിട്ട് കാലങ്ങളായി, ഈ വീട്ടിൽ നിന്ന് ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ, ഞാൻ ഇന്നെങ്കിലും ഈ പാർട്ടിക്ക് വരും, ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ ചന്ദ്രശേഖരനോട് പറയുമ്പോൾ ചന്ദ്രശേഖരൻ്റെ മുഖം അത്രയ്ക്ക് അങ്ങ് ക്ലിയർ അല്ല. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതിന് നീ വരണ്ട, കാരണം നിന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, ഇൻവൈറ്റ് ചെയ്യാത്തൊരു പാർട്ടിക്ക് എങ്ങനെ നീ വരുന്നത്, നിന്നെ അതോട് നിന്നെയും കൂടി വന്നാൽ സാർ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെടില്ല, കാരണം സാർ എൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് പരിഗണന നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നിന്നെയും കൂടി കൂട്ടിക്കൊണ്ട് പോയാൽ സാറൊക്കെ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് നീ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രശേഖരൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഈ കൽപ്പന ഇങ്ങനെ ഈ ഉർവശിനോട് പറയുന്നുണ്ട്, അതെന്താ ചെറിയമ്മ ചെറിയച്ഛൻ അങ്ങനെ പറഞ്ഞത്, എന്തായാലും അവർക്ക് ആ ഒരു സേറയുടെ കാര്യത്തിൽ കുറച്ച് ഇത് കൂടുതലാണ്, പക്ഷെ അധികമായ അമൃതം വിഷം എന്നാണ് പറയുന്നത്. അപ്പം ചെറിയമ്മ ഒന്ന് കരുതിയിരുന്നോ എന്നൊക്കെ അങ്ങനെ ഇവർക്കൊരു വാണിംഗ് ഒക്കെ എന്തായാലും കൽപ്പനയും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി കേട്ടത് പാടെ നമ്മുടെ ഉർവശി ഭയങ്കരമായിട്ട് ടെൻഷൻ ആകുന്നുണ്ട്. വേണമെങ്കിൽ മുന്നേ ഈ ചന്ദ്രശേഖരൻ അവരോട് അങ്ങനെ ഒന്നും ബിഹേവ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഈ ഉർവശിക്ക് ഭയങ്കര ടെൻഷൻ തോന്നുന്നത്. അപ്പോൾ ഇവളിങ്ങനെ ഭയങ്കരമായിട്ട് ഇനി എന്താ സംഭവിക്കുക എന്നൊക്കെ വിചാരിച്ച് അവിടെ തന്നെ നിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ആറ്റുവാശ്ശേരിയിൽ ഈ വരുണ് കട്ടലിൽ ഭയങ്കരമായിട്ട് പനിച്ച് കിടക്കുകയാണ്, അവനാകെ എണീക്കാൻ വയ്യാതെ അങ്ങനെ പനിച്ച് കിടക്കുന്നൊക്കെ ഉണ്ട്. രാധിക അവനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാധിക ഒരു കഞ്ഞിയൊക്കെ കൊണ്ട് അവൻ്റെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് അവനെ അങ്ങ് വിളിച്ചുണർത്താണ് പെട്ടെന്ന് എണീക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ ഇവനാണെങ്കിൽ ഭയങ്കര ഉറക്കത്തിലാണ്. അപ്പോൾ ഇവനങ്ങനെ എണീപ്പിക്കാൻ പറയുന്നുണ്ട്. എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ ഹോസ്പിറ്റലിലും പോകില്ല, മരുന്ന് കുടിക്കാൻ പറഞ്ഞാൽ അതുമില്ല, ഇനി എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ അതും തിന്നില്ല, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവനോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് എനിക്ക് വേണ്ടടോ, എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരമായിട്ട് ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എന്തായാലും വരുണിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, വരുണിന് അവിടെ നമ്മൾ തെരുവിൽ നിന്നപ്പോൾ ആ ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ട് ഇതുപോലെയൊന്നും അല്ലായിരുന്നു. പക്ഷേ ആറ്റുവാശ്ശേരിക്ക് കയറി വന്നതിന് ശേഷമാണ് വരുന്നതിന് ഇങ്ങനെ ടെൻഷനൊക്കെ വന്നത്. എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊന്നും കഴിയുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നതിൽ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലേ എന്നൊക്കെ ഇവളോട് അങ്ങനെ അവനോട് അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവന് അതൊക്കെ കേട്ടിട്ട് അവന് ഇങ്ങ് തിരിഞ്ഞ് കിടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നൊക്കെ അങ്ങനെ ഇവളങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് ഇവ എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് നിന്നോട് ദേഷ്യപ്പെടുന്നത്, എനിക്ക് ഇവിടെ വന്നു എന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ല, അതൊക്കെ നിൻ്റെ തോന്നലാണ് എന്നൊക്കെ ഇങ്ങനെ ഇവനോട് ഇങ്ങ് പറയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അപ്പം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, കഞ്ഞി കുടിക്കുക, ഭക്ഷണമെങ്കിലും കഴിക്ക്, ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കരുത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ അങ്ങനെ വാശിക്ക് നിർബന്ധിപ്പിച്ച് ആ കഞ്ഞി അങ്ങ് കുടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഒരു കണക്കിന് ഞാൻ ഭാഗ്യവാനാണ്, കാരണം ഞാൻ ആ വിദേശത്ത് അവിടെ തന്നെ അങ്ങനെ US നിന്നിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഒന്നും ഒരിക്കലും കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ ഈ നാട്ടിൽ വന്ന് ഞാൻ നിന്നെ ഇവരെ കണ്ടുമുട്ടിയോണ്ടല്ലേ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂട്ടി നിൽക്കുന്ന ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യനെ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഭാര്യനെ കിട്ടൂലായിരുന്നു. ഞാൻ എന്തായാലും അത്രയും ഭാഗ്യവാനാണ്, ഇത്രയും കഷ്ടപ്പാടിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിക്കാനും നീ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കിട്ടിയതിൻ്റെ ആ ഒരു ഭാഗ്യം അവനിങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഈ കഞ്ഞി കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിർബന്ധിപ്പിച്ച് ആ കഞ്ഞിയൊക്കെ കുടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, നമ്മളിനി പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ രക്ഷപ്പെടണം, നമ്മൾ തോറ്റു എന്നർത്ഥം നമ്മുടെ വീട്ടുകാരെല്ലാവരും തോറ്റു എന്നാണ്, അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും നമ്മൾ തോറ്റാൽ അവരൊക്കെ തോറ്റു പോകും. അതുകൊണ്ട് നമ്മൾ അവരെ ആരും തോൽക്കാൻ വിടരുത്, നമ്മൾ എന്തായാലും ജയിച്ച് കാണിക്കണം എല്ലാവരുടെ മുന്നിൽ, നമ്മുടെ കണിമംഗലം തറവാടൊക്കെ തിരിച്ചു പിടിക്കണം, എല്ലാവരുടെ മുന്നിൽ അന്തസ്സായിട്ട് തന്നെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവനിങ്ങനെ ഓരോ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവൻ അതിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവുന്നൊക്കെ ഉണ്ട്. ഇവൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളോട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്കിങ്ങനെ തോന്നുക എല്ലാവർക്കും എന്നെ ഒരു ബാധ്യതയായോ എന്നൊക്കെ ഇങ്ങനെ തോന്നുക എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക വീണ്ടും അവനെ അങ്ങ് ഷൗട്ട് ചെയ്യാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിനക്ക് ഇവിടുന്ന് തോന്നിയോ, എൻ്റെ അച്ഛനോ അമ്മയോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഇവനോട് ചോദിക്കുന്ന സമയത്തൊക്കെ ഇവൻ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടായൊന്നുമില്ല, ഞാൻ ഇവിടെ ഭയങ്കര സന്തോഷവാനാണ്, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഞാൻ ആകെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ
തോന്നിയതാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അച്ഛനെ നമ്മൾ നിർബന്ധിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ടല്ല നമ്മൾ ഇങ്ങോട്ട് വന്നതല്ല, നമ്മളിങ്ങോട്ട് കയറി വന്നതൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ ഇവനോട് അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കുന്നതൊക്കെയുണ്ട്. പിന്നെ നമ്മുടെ കണിമംഗലത്ത് നമ്മുടെ വരുണിൻ്റെ അച്ഛന് പുറത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതും രാത്രി ഈ സൂര്യനും കാത്തിരിക്കുകയാണ്. സൂര്യ പുറത്ത് പോയി ആ എസ്റ്റേറ്റിൽ പോയി വരുന്നത് വരെ ഇവരങ്ങനെ പുറത്ത് കാത്തിരിക്കണം. അപ്പോൾ ഇവൻ്റെ കാർ അങ്ങ് വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ കാറ് വന്നിട്ട് ഈ സൂര്യ ഭയങ്കര നിരാശനാവും, ദേഷ്യത്തോടെയൊക്കെയാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവനെ കാണുമ്പോൾ ഈ അച്ഛന് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ എസ്റ്റേറ്റിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിക്കണേ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാൻ എസ്റ്റേറ്റിൽ പോയി, അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറൊരാൾ, അതും അവരോട് ഞാൻ കയർത്ത് സംസാരിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത്, ഇത് എൻ്റെ സീറ്റാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറയാണ് അത് സേറാമ്മയുടെ അവനെ ഏൽപ്പിച്ചതാണ്, അതുകൊണ്ട് അവൻ അവിടെ നിന്ന് മാറില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ തിരിച്ച് അസഭ്യം പറഞ്ഞു, എന്നെ ഒരു ബഹുമാനം തരാതെ എന്നെ തിരിച്ച് അസഭ്യം പറഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ ചോദിച്ചിട്ട് തന്നെ ഈ കാര്യം ചെറിയച്ഛനോട്, ഈ ചെറിയച്ഛനാണ് ഇത് എല്ലാത്തിൻ്റെ പിന്നിൽ, അയാൾ കളിക്കുന്ന കളികളാണിത്, അതൊന്നും മിണ്ടാതെ നോക്കി നിൽക്കാനൊന്നും പറ്റില്ല, ഞാൻ എന്തായാലും പോയി ചോദിക്കാൻ പോകുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഈ അച്ഛനോട് അങ്ങ് പറയണം. അപ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, ഞാൻ എന്നോട് കാര്യം പറഞ്ഞിരുന്നു, എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ സേറനെ ഏൽപ്പിക്കുകയാണ്, കാരണം സേറയാണ് ഫിനാൻഷ്യലി നമ്മളെ ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് ആ ഒരു എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സേറ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം സേറൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ചന്ദ്രശേഖരൻ എന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പരമേശ്വരൻ അങ്ങ് പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇതൊക്കെ അവരുടെ കളികളാണെന്ന് പെട്ടെന്ന് ബുദ്ധിയുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാകും, അതുകൊണ്ട് ഞാൻ അയാളോട് പോയി ചോദിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ് സൂര്യ, അതും ഭയങ്കര ദേഷ്യത്തിൽ. അപ്പോൾ പിന്നാലെ തന്നെ ഈ പരമേശ്വരനും അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നേരെ പോകുന്ന സമയത്ത് ഈ ചന്ദ്രശേഖരനും ഉർവശിയും കൽപ്പനയും കൂടി അവിടെ സോഫയിൽ ഇരുന്ന് അങ്ങ് സംസാരിക്കാണ്, അവർ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. അപ്പോൾ ഈ സൂര്യ അങ്ങ് വരുന്നത് കണ്ടിട്ട് ഈ ചന്ദ്രന് എല്ലാവരും ഒന്ന് എണീക്കാണ്. അപ്പോൾ ഇവന് പറയുന്നുണ്ട്, അല്ല ഞാൻ എസ്റ്റേറ്റിൽ പോയിരുന്നു, അവിടുന്ന് ആ സേറയാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ സീറ്റിൽ വേറൊരാൾ, എൻ്റെ ജോലി ഒഴിവാക്കിയത് നിങ്ങളല്ലേ, നിങ്ങൾ മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരനോട് പറയുന്ന സമയത്ത് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും അല്ല, അത് സേറനെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ സേറ അവിടെ വേറെ ആളെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, വേണമെങ്കിൽ അത് എനിക്കറിയുന്ന കാര്യമല്ല, എൻ്റെ ജോലി പോയിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ 2 ദിവസം കൊണ്ട് കുറച്ച് ദിവസം നീ ഇവിടെ നിന്ന് നിൽക്ക്, കാരണം ഈ കൽപ്പന എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും അവൾക്ക് ഇവിടെ ആകെ ബോറടിക്കുന്നത്, നിന്നോട് സംസാരിക്കാൻ സമയമില്ല, അങ്ങനെയൊക്കെ അവൾ എന്നോട് പറയാറുണ്ടായിരുന്നു, ഞാൻ അവളോടൊപ്പം കുറച്ച് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ലൈഫൊന്ന് എൻജോയ് ചെയ്യുക എന്നൊക്കെ അങ്ങനെ ഈ ചന്ദ്രശേഖരനെ പറയാണ്. അപ്പോൾ അയാൾ ജോലി തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സൂര്യക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നൊക്കെ ഉണ്ട്, ഇനി അത് എൻ്റെ ജോലിയാണ്, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തിരിച്ചൊക്കെ മറുപടി പറയുന്നത്. ഈ ഒരു കോൺവെർസേഷൻ കേൾക്കുന്ന സമയത്ത് തന്നെ കൽപ്പനയ്ക്കും ചെറിയായിട്ട് പേടി വരികയാണ്, സൂര്യക്ക് ജോലി ഇല്ലെങ്കിൽ അത് കൽപ്പനയെ ബാധിക്കും എന്ന് കൽപ്പനയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ കൽപ്പനയും ഭയങ്കര ടെൻഷനായിട്ട് ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, അല്ല ചെറിയച്ഛൻ എന്തൊക്കെ പറയുന്നത്, ഈ ജോലി സൂര്യൻ്റെ അടുത്ത് നിന്ന് കളഞ്ഞാൽ ഞങ്ങൾ ആകെ പെട്ടുപോകില്ല, ഞങ്ങൾക്ക് പിന്നെ വേറൊരു വഴിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ വീണ്ടും അവനെ അങ്ങ് ആശ്വസിപ്പിക്കുന്നുണ്ട്, അതൊക്കെ ജോലി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും, ആദ്യം നിങ്ങൾ 2 പേര് ടൈം ഒന്ന് കുറച്ച് സ്പെൻഡ് ചെയ്ത് ലൈഫൊന്ന് എൻജോയ് ചെയ്തോളൂ എന്നൊക്കെ ഇങ്ങനെ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ കൽപ്പനക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നുകയാണെങ്കിൽ അവളുടെ ഉള്ളിലൊരു ചെറിയൊരു പേടി അങ്ങ് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൂര്യ പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ കളിയാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സാധാരണ കോമൺ സെൻസ് എനിക്കുണ്ട്, പിന്നെ നിങ്ങളിവിടെ വന്ന് കളിക്കുന്നത്, നിങ്ങൾ നഷ്ടപ്പെട്ട ഈ കണിമംഗലം മുഴുവൻ നിങ്ങളിങ്ങനെ തിരിച്ചു പിടിച്ച് നിങ്ങളിവിടെ ഭരിക്കാൻ നിൽക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും, പക്ഷേ ഈ കണിമംഗലം ആദ്യം ഭരിച്ചിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു, അപ്പോൾ അച്ഛന് ഭരിച്ചിരുന്ന സ്ഥലത്തായിരുന്നു നിങ്ങളെല്ലാവരും കൂടി ഇവിടെ ജീവിച്ചിരുന്നത് എന്നൊക്കെ ഈ സൂര്യ അങ്ങ് തിരിച്ച് പറയുന്ന സമയത്ത് ഉർവശി അങ്ങനെ തിരിച്ചങ്ങ് പറയുന്നുണ്ട്, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്, നിൻ്റെ അച്ഛന് ഭരിച്ചിരുന്ന സമയത്താണ് ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് വിഷം കഴിച്ച് ചാകാൻ കിടക്കേണ്ടി വന്നത്, ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് പിന്നെ നിൻ്റെ അച്ഛൻ്റെ ഭരണത്തിൻ്റെ ആ സമയത്ത് തന്നെ അല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവരും അങ്ങ് തിരിച്ച് ചോദിക്കണം. അപ്പോൾ സൂര്യ ഒന്നും മിണ്ടുന്നൊന്നുമില്ല. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, നിങ്ങളുടെ കളികളെല്ലാം ഒരു ദിവസം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര ദേഷ്യത്തിലൊക്കെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം കൽപ്പനയ്ക്ക് വീണ്ടും ഒരു ടെൻഷൻ വന്നിട്ട് ഈ ചെറിയച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല ചെറിയച്ഛൻ തന്നെ പറഞ്ഞിരുന്നില്ലേ എന്നോട്, ഈ ചെറിയമ്മയും പറഞ്ഞിരുന്നു എന്ത് പ്രശ്നം വന്നാലും ഞാൻ തന്നെ കൂടെ ഉണ്ടാകുന്നത്, അപ്പോൾ ഈ ജോലി കഴിഞ്ഞാൽ ഞാൻ ആകെ പെട്ടുപോകില്ല, ഞാൻ ആകെ കഷ്ടപ്പാടിലാവില്ല എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന അങ്ങ് തിരിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രശേഖരനെ അവിടെയും കൽപ്പനയും കൂടി ആശ്വസിപ്പിക്കുകയാണ്, അതൊന്നുമില്ല, അവന് 2 ദിവസം കഴിഞ്ഞിട്ട് അവനെ തിരിച്ചങ്ങ് ഇതാക്കാം, ഞാൻ സാറിനോട് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ അങ്ങ് തിരിച്ച് വിടുന്നുണ്ട്. അപ്പോൾ അവളും പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഉർവശിനോട് ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഒരുത്തൻ അവിടെ പുറത്ത് നിന്ന് കഷ്ടപ്പെടുന്നുണ്ട്, ഇനി ഇവൻ ഇവിടെ അകത്ത് നിന്ന് കഷ്ടപ്പെടട്ടെ, അതും കൂടി നമ്മളൊന്ന് കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്.
പിന്നെ ആറ്റുവാശ്ശേരിയിൽ ഇങ്ങനെ വരുണ് ബെഡിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാധിക ഇങ്ങനെ വന്നിട്ട് വരുണിനെ അങ്ങ് വിളിക്കുന്നുണ്ട്. അപ്പോൾ രാധിക എത്ര വിളിച്ചിട്ടും ഈ വരുൺ എണീക്കുന്നില്ല. അപ്പോൾ ഇവള് വരുൺ എണീക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുണിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണമില്ല. അപ്പോൾ ഇവള് വരുൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് കുറച്ച് പേടി അങ്ങ് വരികയാണ്. അപ്പോൾ എന്താണ് വരുൺ എണീക്കാത്തത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവളങ്ങ് ഭയങ്കര പരിഭ്രാന്തിയാവാണ്. അപ്പോൾ ഇവന് പെട്ടെന്ന് പെട്ടെന്ന് അതിനെ ഇങ്ങനെ കുലുക്കി വിളിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവന് ഒരു പ്രതികരണം കാണാത്തതുകൊണ്ട് പിന്നെ രാധികക്ക് അങ്ങ് പേടി കയറുകയാണ്. അപ്പോൾ രാധിക പെട്ടെന്ന് തന്നെ വരുണേ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അവനെ നന്നായിട്ട് അങ്ങ് വിളിച്ച് ഉണർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു റിയാക്ഷനും ഇല്ല. അപ്പോൾ ഇവനിങ്ങനെ കൈ പിടിച്ച് പൊന്തിച്ച് നോക്കുന്നു ഒക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവൾ ഭയങ്കരമായിട്ട് പേടിച്ച് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ അച്ഛനും അമ്മയും കൂടി പെട്ടെന്ന് അങ്ങ് അവളങ്ങ് വിളിക്കുന്നു. അവളുടെ നിലവിളി കേട്ടിട്ട് ഈ രാധികയുടെ അടുത്തേക്ക് തന്നെ ഈ ദേവനും യശോദയും കൂടി ഓടി വരുന്നൊക്കെ ഉണ്ട്. എന്താ മോളെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവൾ ഭയങ്കര കിതപ്പോടെയും പേടിയോടെയും പറയുന്നുണ്ട് വരുന്ന് വിളിച്ചിട്ട് എണീക്കുന്നില്ല, ഒന്ന് നോക്കുക അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ്. അപ്പോൾ ഈ ദേവനും കൂടി വരുന്ന് എണീക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനും കുലുക്കി വിളിക്കുമ്പോൾ യാതൊരു റിയാക്ഷനും അവൻ്റെ ഭാഗത്തുനിന്നില്ല. അപ്പോൾ ഈ മൂക്കിൻ്റെ താഴെയൊക്കെ കൈ വെച്ച് അവന് ശ്വാസം ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ ശ്വാസം കാണുന്നില്ല. ഇവൻ്റെ കൈയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ദേവനെ അങ്ങ് മനസ്സിലാക്കാൻ ഇവന് മരിച്ച് അങ്ങ് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവൻ ആ കൈ അങ്ങ് വിടുമ്പോൾ ആ കൈ താഴേക്ക് അങ്ങനെ അങ്ങ് താഴെ വീഴാണ്. അപ്പോൾ ആ ഒരു കാഴ്ച കാണുമ്പോൾ രാധികക്ക് മനസ്സിലവന് ഈ വരുൺ അങ്ങ് മരിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ രാധിക എന്നെ വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അലമുറ ഇട്ട് അങ്ങ് കരയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് കണിമംഗലത്ത് നമ്മുടെ മുത്തശ്ശി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് അങ്ങ് ഞെട്ടി എണീക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുത്തശ്ശി അങ്ങ് സ്വപ്നം കണ്ടിരിക്കുകയാണ് വരുണ് മരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവർ ഭയങ്കരമായിട്ട് പരിഭ്രാന്തി അവന്. അയ്യോ എൻ്റെ മോൻ എന്താ സംഭവിച്ചത് വരുണേ, നിനക്ക് എന്താ സംഭവിച്ചത്, എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല, നിനക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുത്തശ്ശി ആ റൂമിലിരുന്ന് അങ്ങ് നിലവിളിക്കുന്നുണ്ട്. അവരെ ഒറ്റയ്ക്ക് അവരുടെ റൂമിലിരുന്ന് അങ്ങനെ പേടിച്ച് പോകണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇനി എനിക്ക് വരുണിനെ വിളിക്കണം, എനിക്ക് യാതൊരു സമാധാനമില്ല അവൻ്റെ കാര്യത്തിൽ, അവൻ എന്താ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫോണൊക്കെ തപ്പി എടുത്തിട്ട് അങ്ങ് കോൾ ചെയ്യാണ്. അവൻ വരുണിന് കോൾ ചെയ്യുന്ന സമയത്ത് ഈ രാധിക ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ രാധികനോട് പറയുന്നുണ്ട് എൻ്റെ ഫോൺ എവിടെ, എൻ്റെ രാധിക എൻ്റെ വരുൺ എവിടെയാണ്, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു കൊണ്ടാ എന്നൊക്കെ അങ്ങനെ ഇവളോട് ഭയങ്കര പരിഭ്രാന്തിയിൽ അങ്ങ് സംസാരിക്കുന്ന സമയത്ത് രാധികക്ക് മനസ്സിലാവാണ് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തിനാ മുത്തശ്ശി ഇത്രയും ഈ പേടിച്ചിട്ട് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട്. ഏയ് മുത്തശ്ശി ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വരുൺ ഇവിടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാണ്, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞാൻ ടെൻഷൻ അടിച്ചത് എനിക്ക് ഈ വരുണിനോടൊന്ന് സംസാരിക്കണം, പെട്ടെന്ന് തന്നെ അവന് ഫോൺ കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ ഇവളോടങ്ങ് സംസാരിക്കണം. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് വരുണിന് ചെറിയൊരു പനിയുണ്ട്, അല്ലാതെ യാതൊരു പ്രശ്നമില്ല, എന്തായാലും ഞാൻ ഫോൺ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുണിനെ വിളിച്ചുണർത്താണ്. വരുണെ ഇതാ അമ്മ വിളിക്കുന്നുണ്ട്, മുത്തശ്ശി വിളിക്കുന്നുണ്ട്, എന്താ ഫോൺ എടുക്കുക എന്നൊക്കെ പറയുന്നിട്ട് എന്നിട്ട് അവനെ അങ്ങ് പിടിച്ച് എണീപ്പിച്ച് ഇരുത്താണ്. അപ്പോൾ ഇവന് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഈ മുത്തശ്ശിനോട് സംസാരിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ടൈം നോക്കുമ്പോൾ അല്ല അർദ്ധരാത്രിയാണ്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട് എന്താ ഈ സമയത്ത് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട് എടാ വരുണെ എനിക്ക് നിന്നെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്, നിൻ്റെ ഒരു വിവരമില്ല, നീ ആണെങ്കിൽ ഈ ആറ്റുവാശ്ശേരിയിലാണ് സൂര്യ പറഞ്ഞു എന്നല്ലാതെ നീ എനിക്ക് വിളിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവനങ്ങ് പരിഭ്രാന്തിയായാലും അങ്ങ് സംസാരിക്കണം. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട് ഞാൻ വിളിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എന്താ എനിക്ക് തിരിച്ച് മറുപടി പറയാനുള്ളത്, നിങ്ങളുടെ ചോദ്യത്തിന് എന്താ പറയാനുള്ളത്, ഒന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഇതുവരെ വിളിക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവൻ അങ്ങ് തിരിച്ച് പറയണം. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട, നീ അമ്മയ്ക്കും അച്ഛനും എനിക്കും ഒക്കെ വിളിക്കണം, അവരൊക്കെ നിൻ്റെ കോളും കാത്തിരിക്കല്ലേ, അപ്പോൾ നീ ഇങ്ങനെ വിളിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവില്ല, നീ എപ്പോഴും വിളിക്കണം, നീ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട് ഉണ്ട് മുത്തശ്ശി ഇനി ഞാൻ വിളിക്കാം, ഞാൻ എന്തായാലും വിളിക്കും, ഞാനിവിടെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ ഇവനിങ്ങനെ പറഞ്ഞ് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ഈ ദേവനും യശോദയും നിന്നെ നന്നായിട്ട് നോക്കും, അവർ നിന്നെ അത്രയും സ്നേഹിക്കും, അതെനിക്ക് ഉറപ്പാണ്, നീ അവിടെ തന്നെയാണ് സേഫ്, ആ തെരുവിൽ കിടക്കുന്നതിനെക്കാട്ടിലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ആ ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എപ്പിസോഡ് ഏകദേശം ഇതൊക്കെ തന്നെ. അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഒരു കാടിനകത്തൊരു ഡെഡ് ബോഡി കണ്ടെത്തിയിരിക്കുകയാണ് ഈ പോലീസ്. അപ്പോൾ ഈ പോലീസ് ആ ഭാഗമൊക്കെ സീൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ നാട്ടുകാർ ഒരുപാട് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസുകാരൻ നേരെ വരുണിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വരുണ് രാധികം കൂടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതും ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, ശ്യാമയുടെ ബോഡിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് വരുന്നതൊക്കെയാണ് എന്തായാലും സീനിലുള്ളത്. അപ്പോൾ ഇനി ശ്യാമ ശരിക്കും മരിച്ചു പോയ എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ തന്നെ കറക്റ്റായിട്ട് അറിയാം. ഇനി അത് വേറെ ആരുടെയെങ്കിലുമൊക്കെ ബോഡി ആയിരിക്കും, അത് ഇനി ആൾമാറാട്ടത്തിന് അല്ലെങ്കിൽ നമ്മളെ ആളുകളൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ ബോഡി മാറ്റി വെച്ചതാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ എന്തായാലും ശ്യാമ മരിക്കില്ല എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ശ്യാമ മരിച്ചു എന്നുള്ള ഒരു സിഗ്നലൊക്കെ എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഓക്കെ ബൈ ആൾ.